ഈസി ആയിട്ട് പൂ എങ്ങനെ കെട്ടണ്ടേന്ന് നമുക്ക് നോക്കാം. ഇതിൽ പൂ മാത്രമല്ല മുട്ടും നല്ലോണം എളുപ്പത്തിൽ കെട്ടാൻ പറ്റും. അതിനായി ആദ്യം ഒരു ബോർഡ് ഞാനിവിടെ എടുത്തേക്കാണ്. ഇതിൽ ഞാനൊരു ക്ലിപ്പ് തലയിലിടുന്ന ഒരു ക്ലിപ്പ് എടുത്തേക്കാണ്. ക്ലിപ്പ് ഞാൻ ഈ ഭാഗത്തിട്ടു. അടുത്ത ഒരു വലിയ നൂലെടുത്തേക്കാണ്. ഇനി നമുക്ക് എന്തൂരമാണ് മാല വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീളത്തിൽ നമ്മൾ നൂലെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു പല്ലിൽ കൂടെ ഞാൻ കോർക്കുകയാണ്. കോർത്തെടുത്തു. ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം ചെറുതാണ്, ഈ ഒരു ഭാഗം നീളമുള്ളതാണ്. അതായത് റൈറ്റ് സൈഡിലെ ഭാഗം നീളമുള്ളതും ലെഫ്റ്റ് സൈഡിലെ ചെറുതുമാണ്. ഇത് ഞാൻ ഇത്രയും നീളത്തിലാണ് കെട്ടാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഒരേ നൂലിൽ തന്നെയാണ് ചെയ്യണത്. ഒരു കെട്ടിട്ടു. ഇനി ഒന്നും കൂടി കെട്ടിട്ട് സ്ട്രോങ് ആക്കാവുന്നതാണ്. ഞാൻ പൂ കോർക്കാൻ പോവാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ലൂപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പൂ വെച്ചു. അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ ഒരു പൂ വെച്ചു. അതിനുശേഷം ഈ വലിയ നൂലെടുക്കുക. രണ്ട് നൂലും കൂടി കൂട്ടിപ്പിടിച്ച് ഇപ്പുറത്തേക്ക് ഈ നൂല് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉടക്കി വലിക്കുക. അപ്പോഴേക്കും നമുക്കിവിടെ ഒരു കെട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതും ഈ ലൂപ്പിൽ തന്നെ എല്ലാം ഇങ്ങനെ ഈ ലൂപ്പിൽ വയ്ക്കുക. ഈ നൂലെടുക്കുക. ഈ രണ്ട് ചരടും കൂടി ഒന്നിച്ച് പിടിക്കുക, മുറുക്കി വയ്ക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇത് സെയിം അതേപോലെ തന്നെ ലാസ്റ്റ് ഉള്ളതും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഉള്ള കെട്ട് ഒന്ന് പിന്നെ ഒന്നും കൂടി ഒന്നുകൂടി കെട്ടുക. എന്നിട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞ് ഇതിപ്പം കുറച്ച് വിരിഞ്ഞ പൂക്കളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് മുട്ടൊക്കെ കെട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും.